ഗായ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ. അപ്പം ഇന്ന് നമുക്ക് നട്ട്സ് വെച്ചിട്ട് ഒരു അടിപൊളി ലഡു ഉണ്ടാക്കിയാലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 10-15 ഡേറ്റ്സ് കുരു കളഞ്ഞ് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു കപ്പ് ചിരകിയ തേങ്ങ, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കാഷ്യൂവും ബദാമും അതുപോലെ തന്നെ മുന്തിരി എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചിയാ സീഡും കുറച്ച് നെയ്യാണ് കേട്ടോ വേണ്ടത്. അപ്പം ആദ്യം തന്നെ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് നമ്മുടെ ബദാമും കാഷ്യൂവും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലഡു ആണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പം നമ്മുടെ കാഷ്യൂവും ബദാമും ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഒരു പാൻ വെച്ചിട്ട് ഒരു 2 സ്പൂൺ നെയ്യ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചില്ലായിരുന്ന കാഷ്യൂവിൻ്റെ ബദാമിൻ്റെ മിക്സ് അത് ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ നെയ്യിൽ. കാരണം നമ്മൾ നേരത്തെ കാഷ്യൂവും ബദാമും ഒന്ന് റോസ്റ്റ് ചെയ്യാതെയല്ലേ പൊടിച്ചെടുത്തത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചില്ലായിരുന്നോ ഡേറ്റ്സ്, അതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നമ്മൾ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഡേറ്റ്സ് മാത്രം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ പാനിലോട്ട് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്തില്ലേ ആ പാന് തന്നെ മതി. അതിലോട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. 2-3 മിനിറ്റ് ആ നെയ്യിൽ കിടന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചിരകി വെച്ചില്ലായിരുന്നോ തേങ്ങ, ആ തേങ്ങയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് മുന്തിരിയാണ് കേട്ടോ. ബ്ലാക്ക് മുന്തിരി ആണെങ്കിൽ അത് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് തന്നെ ആഡ് ചെയ്യാൽ മതി. ഇപ്പം ഞാൻ ബ്രൗൺ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചില്ലായിരുന്നോ കാഷ്യൂം ബദാമും, അതും കൂടെ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്യാസ് ഫ്ലെയിം ലോയിൽ തന്നെ വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് കുറച്ച് ചിയാ സീഡ് ആഡ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇല്ലെങ്കിൽ നമുക്ക് എള്ളുണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇതിലോട്ട് ഏത് നട്ട്സ് വേണം ആഡ് ചെയ്യാം കേട്ടോ. പിസ്ത വേണമെങ്കിൽ ആഡ് ചെയ്യാം, വാൽനട്ട് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ മിക്സ് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി കുറച്ചൊന്ന് ചൂടാറുമ്പോഴത്തേക്കും നമുക്ക് ഏത് ഷേപ്പിലാണോ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഒരു ബോൾ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് സ്ക്വയർ ഷേപ്പിലോ ഏത് ഷേപ്പിലാണോ ചെയ്തെടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഡു ആണ്. ഡ്രൈ ഫ്രൂട്ട്സ് ആണ് നമ്മൾ ഇതിൽ മെയിനായിട്ട് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ.